സീനായ് ഉടമ്പടി. പുറപ്പാട് പുസ്തകം 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ സീനായ് മല കാണുന്നു. ചെങ്കടൽ കടത്തി ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് സീനായിൽ എത്തിക്കുന്നു. അവിടെ മോശയുടെ കയ്യിൽ 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് ആ സമൂഹത്തിന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കാനുള്ള മാർഗരേഖ നൽകുന്നു. ധാർമ്മികമായും സമൂഹമായും ദൈവത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നു. രക്ഷ നൽകിയതിന് ശേഷമാണ് കർത്താവ് അവർക്ക് നിയമം നൽകിയത്. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, പുരോഹിത ജനമായി, വിശുദ്ധ ഗണമായി അവരെ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ വിശുദ്ധി അവരെ പഠിപ്പിച്ചു. പക്ഷെ ജനം വീണ്ടും പാപം ചെയ്തു. സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരെ നശിപ്പിക്കാനൊരുങ്ങിയ ദൈവത്തിൻ്റെ മുമ്പിൽ മോശ മാധ്യസ്ഥം വഹിച്ചു. ദൈവത്തിൻ്റെ കരുണ വീണ്ടും വർഷിക്കപ്പെട്ടു. മനുഷ്യൻ്റെ ദൗർബല്യത്തിലല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് ഈ സമൂഹം മുന്നേറുന്നത്, രക്ഷ മുന്നേറുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് ജെറമിയ 31 അധ്യായത്തിൽ പറയുന്ന പുതിയ ഉടമ്പടി, ക്രിസ്തു കാൽവരിമലയിൽ പൂർത്തിയാക്കിയ പുതിയ ഉടമ്പടി. അതിലൂടെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ രക്ഷയുടെ ഭാഗമാകുന്നു, ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു, ദൈവത്തിൻ്റെ സ്വഭാവമായ വിശുദ്ധിയുടെ ഭാഗമാകുന്നു. നമുക്ക് ധൈര്യമുണ്ടോ ഈ ദൈവത്തോടൊപ്പം വിശുദ്ധിയോടെ ജീവിക്കാൻ, വിശുദ്ധിയുടെ അടയാളങ്ങളാകാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നായി മാറാൻ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.